വലിയ പുള്ളിയാ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പാടത്തേക്ക് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മളെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. വലിയ പുള്ളിയാ. സിസ്റ്റർ ആണേ. അവക്ക് പാടത്തും തോട്ടിലൊക്കെ നടക്കാൻ ഇഷ്ടമാണ്. പിള്ളേരൊക്കെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് അങ്ങോട്ട് വളരട്ടെ. ചേച്ചി, ഈ കിളി എന്താ അങ്ങനെ പറക്കണേ? 100 കൂട്ടം സംശയമാണേ. അല്ല, സ്റ്റാൻഡ് എടുത്തില്ലല്ലോ, അതാണ് അവിടെ പറയുന്നത്. അടുത്ത സൈഡിലെ വെള്ളത്തിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഞങ്ങൾ അവിടെ എത്തിയപ്പോ നല്ല മഴക്കാറുണ്ടേ. ഇനി എങ്ങാനും മഴ നനഞ്ഞാലോ എന്ന് വീട്ടിൽ പോയി 2 മഴക്കോട്ട് എടുത്ത് വരാൻ പറഞ്ഞതാ. പാവം ഓടി വരണ്ട വരവ് കണ്ടോ. കുറച്ച് സ്റ്റാമിന വേണ്ടേ? അപ്പൊ നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ചാടി മരത്തിന്റെ കൊമ്പിലെ എല്ലാം പറിക്കാൻ കഴിയോ സക്കീർ ബായിക്ക്? പിന്നെ കുട്ടീനെ കാട്ടി 4-5 അടി പൊക്കത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പറിക്കാൻ കഴിയാൻ? പിന്നെ ഞങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങി. കണ്ടാ നല്ല പച്ചപ്പാന്ന് തോന്നുന്നുണ്ടെങ്കിലും അതിന്റെ താഴെ നല്ല മുള്ളാണ് കേട്ടോ. വഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതിലാണ് നമ്മളൊരു അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിന്റെ ഇടയിൽ കൂടെ അവൾ എന്തോ കോമഡി അടിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. ഇവിടെ നിലത്തൊക്കെ ഫുള്ള് വെള്ളം. ഇങ്ങനെ കാണുന്ന മാതിരിയല്ല, നല്ല വെള്ളം ഉണ്ട്. സ്ഥലമൊക്കെ അടിപൊളിയാണ്. പിന്നെ പാടത്ത് ചെറും ചെടി അല്ലാതെ അത്ര പൂശമാണ് ഉണ്ടാവോ? ദേ ആ കണ്ണൊരു മരല്ലേ. ഇനി അതിന്റെ അവിടേക്കാണ് ഞങ്ങൾ പോവാൻ നിൽക്കുന്നത്. കുഞ്ഞിന്റെ അച്ഛൻ ഒരു കച്ച വാങ്ങാൻ പോയി കൊച്ചിയിലെ കൊച്ചിലയിൽ തോണി മുങ്ങിപ്പോയി. ഇതുപോലെ ഇടയ്ക്കൊക്കെ എന്റർടൈൻ വേണ്ടേ? ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ പാടിപ്പിക്കണം കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നടന്ന് അങ്ങനെ ഞങ്ങൾ ആ മരത്തിന്റെ അടുത്ത് എത്തിട്ടോ. ഞാൻ സെറ്റ് ആക്കിയാണ്, ഇത് കുഴപ്പമില്ല. ഇനി അടുത്ത ഈ ആക്ഷന് പറ്റിയ പാട്ട് ഏതാന്ന് മനസ്സിലായോ? പിന്നെ ആ പാട്ട് ഏതാന്ന് ഞങ്ങൾ പറയണില്ല. ചെയ്യാൻ പറ്റുമോ ഈ സക്കീർ ബായിക്ക്? നോക്കേ, ഉദ്ദേശിച്ചത് മരത്തിന്റെ ബാക്കിൽ നിന്നാണേ. എവിടെ തല കാണല്ല. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ട്രെയിനിന്റെ അടുത്ത്. അതിന് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഈ തോട് കിടക്കണം. സൂക്ഷിച്ച് നോക്കണ്ടോ ഉണ്ണി, ഇത് തോടല്ല റോഡാണ്. കുറച്ച് ദിവസം അടുപ്പിച്ച മഴ പെയ്തതാണ് കേട്ടോ. റോഡൊക്കെ ആകെ മുങ്ങിപ്പോയി. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അട്ടേനെ കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല. അവസാനം അന്ന് വയനാട് വരെ എത്തേണ്ടി വന്ന്. ചേച്ചി, നമുക്ക് ട്രെയിൻ കാണാൻ പോയാലോ? പിന്നെ അവക്ക് ട്രെയിൻ കാണണം എന്ന് പറയുമ്പോൾ നമ്മൾ പോവാതിരിക്കാൻ പറ്റും. ട്രെയിൻ വരണ വരെ നിന്നു കേട്ടോ. അവസാനം വന്നു. പേടി അവിടെയെന്ന് അവള് പറഞ്ഞിട്ട് ട്രെയിനിന്റെ ഫ്രണ്ട് കണ്ടില്ല പോലും. തൽക്കാലം അത്രയൊക്കെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞങ്ങളെ നാട്ടിലെ ഈ ഗ്രാമം കാണും. മറ്റേ ചതിക്കാത്ത ചന്തൂല് പറയുന്ന പോലെ മനോഹരമായ ഗ്രാമം. ഈ ഡയലോഗ് ഓർമ്മ വരണേ. ഇനി നമ്മൾ പോണത് തോട് കാണാനാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് ചേട്ടന്മാര് വല വീശുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ ശരിക്കും അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇത് കണ്ട് നിന്നാ മതി, ഒരു ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണ്ടേ? ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ പോവാണ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം.